കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുറച്ച് നാളുകളായി വളരെ ഗതാഗതക്കുരുക്ക് നേരിട്ട് വളരെ പ്രയാസം നേരിട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മഴ പൂർണ്ണമായും മാറിയപ്പോൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിരുന്ന വലിയ ഒരു കുഴിയടച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ യാത്ര സുഗമമായിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ HMT ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഇത്രയുമധികം ഗതാഗതക്കുരുക്ക് നേരിടുന്നതെന്ന് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടുത്തെ റെയിൽവേ മേൽപ്പാലം വളരെ ഇടുങ്ങിയതാണെന്ന് ആർക്കും മനസ്സിലാവും. അത് സംസ്ഥാന സർക്കാർ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കുന്നൊരു കാര്യവുമല്ല. നിരന്തരമായ ഇടപെടലുണ്ടായിട്ടും കേന്ദ്രം ഇന്നുവരെ റെയിൽവേ മേൽപ്പാലം വീതി കൂട്ടുന്നതിനോ മറ്റെന്തെങ്കിലും അനുബന്ധ സംവിധാനം ഒരുക്കുന്നതിനോ സംസ്ഥാന സർക്കാരിന് അനുമതി കൊടുക്കാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് എന്നും രാഷ്ട്രീയ പ്രേരിതമല്ലാതെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. മറ്റൊന്ന്, ദിനേനയെന്നോണം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ ദേശീയപാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വത പരിഹാരം, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ശാശ്വത പരിഹാരം പാതയുടെ ഇരുവശവും വീതി കൂട്ടുക എന്നത് തന്നെയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി 6 വരിയോ 8 വരിയോ ആക്കി വീതി കൂട്ടുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. തൽക്കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാമെങ്കിലും ശാശ്വതമായിട്ട് അത് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൽ മന്ത്രി പി രാജീവിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ മാർച്ച് നടത്തുന്നത് ഇപ്പം നിലവിൽ മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ MLA ഓഫീസിലേക്കായിരിക്കും, മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കായിരിക്കും. മറിച്ച് ഈ എല്ലാ സാഹചര്യങ്ങളും അറിയാവുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് മാർച്ച് നടത്തുന്നത്, അതാണ് മനസ്സിലാകാത്തത്. ഇനി അങ്ങനെ കോൺഗ്രസ് ഒരു മാർച്ച് മന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയാൽ തിരിച്ച് ഈ കളമശ്ശേരിയിലെ പാർട്ടിയും പാർട്ടി അംഗങ്ങളും അനുഭാവികളും അത് തടയാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി ചിന്തിക്കണം. നിങ്ങൾക്കങ്ങനെ കേരളത്തിൻ്റെ ബഹുമാന്യായ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങളെപ്പോലുള്ള ഓരോ പാർട്ടി പ്രവർത്തകരും അത് തടയുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ ഇവിടുത്തെ ക്രമസമാധാന നില ഏത് രീതിയിലാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കണം. അതിന് ഉത്തരവാദികൾ കോൺഗ്രസ് നേതൃത്വം മാത്രമായിരിക്കുമെന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കളമശ്ശേരി HMT ജംഗ്ഷനിൽ വർഷങ്ങളായി നീണ്ട ഗതാഗതക്കുരുക്കായിരുന്നു. അതിനൊരു പരിഹാരം കാണുവാൻ മന്ത്രി പി രാജീവ് ഏതെല്ലാം മാർഗങ്ങളിലാണ് ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അവസാനം കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് എല്ലാവരുമായി ചർച്ച നടത്തിയാണ് ഒരു ട്രാഫിക് പരിഷ്കാരം ഏർപ്പെടുത്തിയത്. അത് വൻ വിജയമായിരുന്നു എന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിച്ചതാണ്. അതിന് മുന്നിൽ നിന്നത് കളമശ്ശേരിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീ ജമാൽ മണക്കാടനായിരുന്നു. എല്ലാ പരിഷ്കാരത്തിനും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന ആളാണ്. LDF സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ വിപുലീകരിക്കുവാൻ ചരിത്രപരമായ ഇടപെടലാണ് നടത്തിയത്. മെട്രോ തൃപ്പൂണിത്തുറ വരെയുള്ള പ്രവർത്തനം പൂർത്തീകരിച്ച് യാത്രായോഗ്യമാക്കിയത് ഇക്കാലത്താണ്. ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയതും ഇക്കാലയളവിലാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പണി 2 പതിറ്റാണ്ടിലേറെയാണ് കോൺഗ്രസ് നഗരസഭ മുതൽ കേന്ദ്രം വരെ ഭരിക്കുന്ന കാലത്ത് മുടങ്ങിക്കിടന്നത്. സംസ്ഥാന സർക്കാരും മന്ത്രി പി രാജീവും നടത്തിയ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായി സംസ്ഥാന ഖജനാവിൽ നിന്ന് 70.16 കോടി രൂപ ചെലവഴിച്ച് NAD HMT ഭൂമി ലഭ്യമാക്കി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു.
HMT ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മന്ത്രി പി രാജീവിൻ്റെ നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ സിഗ്നൽ പരിഷ്കാരത്തിന് വലിയ പിന്തുണയുമുണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം കണ്ടെയ്നർ റോഡിലെ സ്ഥിതി. രാത്രിയായാൽ യാത്ര ചെയ്യുവാൻ കഴിയാതെ ഇരുചക്ര വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒരു റോഡാണ് കണ്ടെയ്നർ റോഡ്. മന്ത്രി പി രാജീവിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലം റോഡ് കഴിയുന്ന ഇത്രയും നല്ല രീതിയിൽ ടാർ ചെയ്യുകയും കുഴികൾ അടക്കുകയും വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ റോഡുമെന്ന് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സഞ്ചാരയോഗ്യമായ അവസ്ഥയിലേക്ക് മാറ്റി. അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ കഴിയൂ. അതുകൊണ്ടായിരിക്കാം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് എന്ന ആഹ്വാനം. പക്ഷെ അത് രാഷ്ട്രീയമായി എത്രത്തോളം ശരികേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.